കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. എനിക്ക് വിഷയം എടുക്കണ്ടേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ അവിടെ എന്റെ ഫ്രണ്ടിൽ കയറി കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പറയും. അപ്പൊ ഇവിടെ വന്ന് കയറുന്നോ? ഡയലോഗ് സംസാരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു പുനലൂരിന് സമീപം ചാലിയക്കരയിൽ ഇന്നലെ രാത്രിയോടെ കിണറ്റിൽ വീണ പുലിയെ ശ്രമകരമായ ദൗത്യത്തിലൂടെ പുറത്തെടുത്തു. ചാലിയക്കര ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. കിണറ്റിനുള്ളിൽ നിന്നും വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുലിയെ കണ്ടെത്തുന്നത്. ഉടൻ വിവരം വനംവകുപ്പ് അധികാരികളെ അറിയിക്കുകയായിരുന്നു. പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലെത്തിയ വനപാലക സംഘം പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം DFO ഉൾപ്പെടെയുള്ള ഉന്നത വനപാലകരും വനംവകുപ്പിന്റെ സർജൻ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. പിന്നീട് വല ഉപയോഗിച്ച് പുലിയെ കരക്കെത്തിക്കുകയും ഉടൻ കൂട്ടിലേക്ക് മാറ്റുകയുമായിരുന്നു. 5 വയസ്സുള്ള ആൺപുലിയാണ് കിണറ്റിലകപ്പെട്ടത്. നിലവിൽ അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള പുലിയെ ഉൾവനത്തിൽ തുറന്നുവിടും. മൂഴിയാർ, അച്ചൻകോവിൽ, ഗവി വനമേഖലകളാണ് വനം വകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ഉന്നത വനപാലകരുടെ നിർദ്ദേശവും അനുമതിയും ലഭിക്കുന്ന മുറയ്ക്ക് ഇന്ന് രാത്രിയോടെ തന്നെ പുലിയെ തുറന്നുവിടാനാണ് നീക്കം. നിലവിൽ പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. അതേസമയം മുമ്പും പുലിയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടും കാര്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പോൾ ജനവാസ മേഖലയിൽ പുലി കുടുങ്ങുക കൂടി ചെയ്തതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. തീവ്രയജ്ഞ പരിപാടി തന്നെ അപേക്ഷ കൊടുത്തപ്പോൾ ഒരു സൈഡിൽ KFDCയുടെ തോട്ടമാണ്. ഈ തോട്ടത്തിനകത്താണ് മെയിനായിട്ട് ഈ വന്യമൃഗങ്ങൾ ഇപ്പം തമ്പടിച്ചിരിക്കുന്നത്. കാരണം അവരുടെ വെട്ടിത്തീർക്കാത്ത മുള ഇവർ ടെൻഡർ ഇടുകയോ നടപടികളോ സ്വീകരിക്കാതെ മുള അവിടെ 110 ഹെക്ടറോളം പുറത്ത് മുള കിടക്കുക. അതിനകത്താണ് ഈ പറയുന്ന 6 ആന തമ്പടിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പുലിയും അവിടാണ്. കാരണം ഇതിനപ്പുറം ജനവാസ കേന്ദ്രമാണ് പാമ്പരത്തറ അല്ലെങ്കിൽ ഈ ചെറുകിട വാർഡാണ്. അപ്പോൾ അവിടെ താമസം ഉണ്ടായതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെല്ലാം KFDCയുടെ മുളന്തോട്ടത്തിലും പിന്നെ കശുമാൻ തോട്ടം തമ്പടിച്ചിരിക്കും. അപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന കാരണം ഞങ്ങളെല്ലാം നിരവധി തവണ, ഞാൻ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറാണ്, നിരവധി തവണ അവർക്ക് കത്തും കൊടുത്തു, സർക്കാർ കത്തിലും കൊടുത്തു. അപ്പം ഈ KFDC ഇതിനകത്ത് ഇടപെടാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അടിയന്തരമായി അവരെ ഒരു പരിഹാര മാർഗ്ഗം എന്ന നിലയിൽ അവരെ ഈ 110 ഹെക്ടർ മുളന്തോട്ടം പിന്നെ ലേലം ചെയ്ത് പിന്നെ ക്ലിയർ ഫില്ല് ചെയ്ത് മറ്റ് മുറിക്കുന്ന തരത്തിലേക്കുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ കുറേ ഈ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥ മാറ്റാൻ കഴിയും. അപ്പോൾ ഇവിടെ ആശങ്ക എന്ന് വെച്ചാൽ ഈ ആരും ഈ ഓവറായി പ്രതികരിക്കാത്ത കാരണമെന്ന് വെച്ചാൽ ഭയങ്കരമായി ഭയന്നിരിക്കുക എല്ലാവരും. ഇപ്പൊ ഈ വീടുകളെല്ലാം കൊച്ചു പിള്ളേരൊക്കെ ഉള്ളു, എല്ലാവരും ഭയന്നിരിക്കുക. എനിക്ക് പോലും ഭയങ്കര ഞെട്ടലോടുകൂടിയാണ് രാവിലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വന്നത്. നാട്ടുവാർത്ത, പുനലൂർ.